പ്രതിഷേധങ്ങൾക്കിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപി UDF അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി. UDF അംഗങ്ങളുടെ പ്രതിഷേധത്തിനിടെ അജണ്ടകൾ പാസാക്കി കൌൺസിൽ യോഗം പിരിഞ്ഞതിന് പിന്നാലെയുണ്ടായ പ്രതിഷേധമാണ് കയ്യാങ്കളിയിലേക്ക് നയിച്ചത്. സഭയുടെ നടുത്തളത്തിലിറങ്ങിയ UDF കൌൺസിലർമാർ പ്രതിഷേധിച്ചതോടെ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. കാപ്പ കേസിൽ ജയിലിലുള്ള BJP കൌൺസിലർ R. സുഗതനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. പരസ്പര മുദ്രാവാക്യം വിളിച്ച് BJP LDF കൌൺസിലർമാർ പ്രതിഷേധിച്ചു. ഹാജർ രജിസ്റ്ററിനായി BJP പ്രതിപക്ഷ കൌൺസിലർമാർ പിടിവലിയുണ്ടായി. രജിസ്റ്റർ കീറാനും ശ്രമം നടന്നു. പ്രതിഷേധങ്ങൾക്കിടെ അജണ്ട പാസാക്കി BJP കൌൺസിലർമാർ പിരിഞ്ഞെന്നും ഇത് അംഗീകരിക്കാനാകില്ല എന്നും കോൺഗ്രസ് കൌൺസിലർമാർ വ്യക്തമാക്കി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയൻ UDFലെ വനിതാ അംഗങ്ങളെ അടക്കം കയ്യേറ്റം ചെയ്തെന്നും UDF കൌൺസിലർ KS ശബരിനാഥ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സുഗതന് വേണ്ടി അറ്റൻഡൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി രാവിലെ മേയർ വന്ന് അലങ്കോലമാക്കി. അതിനുശേഷം ഈ മിനിറ്റ്സ് ബുക്കിൽ നമ്മൾ ഒപ്പിടുന്നു മനസ്സിലാക്കിയപ്പോൾ ഇവർക്കത് മനസ്സിലായി കളി പറയുന്നത്. അപ്പോഴാണ് ചെമ്പഴന്തി ഉദയൻ എന്ന് പറഞ്ഞ ഈ നാട്ടിലെ കൊച്ചുപിള്ളേർ സ്കൂളിൽ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെന്ന തേർഡ് റേറ്റ് എംബോട്ട് അൺപാർലമെന്ററികൾക്ക് ഉപയോഗിക്കാം വന്ന് നമ്മുടെ വനിതാ കൗൺസിലർമാരെ അടിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് മിനിറ്റ്സ് ബുക്കിൽ പിടിച്ചു മാറ്റുകയും ചെയ്തു. അതൊന്നും കണ്ടോണ്ടിരിക്കേണ്ട അവസ്ഥ നമുക്കില്ല. സ്ത്രീകൾ കയറിയതായിരിക്കും അവരുടെ സ്വഭാവം കാരണം. അവരുടെ ഷർട്ടങ്ങൾ കയറി അന്വേഷിച്ച് നോക്കിയത്. എന്നാൽ ഉദയന്റെ ഷർട്ട് UDF കൌൺസിലർമാർ വലിച്ചു കീറിയതായി BJPയും ആരോപിച്ചു.